നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ കാണുമായിരിക്കും, പക്ഷേ അതും ഈ പയ്യനുമായി ഒരു ബന്ധവും കാണില്ല സുരേന്ദ്ര. അതല്ല കുമാരേട്ടാ, നമ്മുടെ വിനോദ് ആ കമ്പനിയുടെ സൈറ്റിൽ കയറി നോക്കി. കമ്പനിയുടെ CEO ഈ പയ്യനാ. അവന്റെ ഫോട്ടോ സൈറ്റിലുണ്ട്. സത്യാണോ? അതെ കുമാരേട്ടാ, സത്യം. പിന്നെന്തിനാ ഈ ചെക്ക ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നത്? ഒരു മെനയും കെറ്റപ്പും ഇല്ലാതെ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ, അതിനെ ഒന്നും നമ്മുടെ മുഴക്കൊല്ലോ ചളക്കാൻ പറ്റില്ല. അതും ശരിയാ. പിന്നെന്തിനാ അവനിവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അത് മാത്രമല്ല, നമ്മുടെ ദേവൂട്ടിയെ അവന്റെ ജീവൻ രക്ഷിച്ചു പോലും. അതെങ്ങനെയെന്നോ എവിടെ വച്ചെന്നോ ഒരു പിടിയില്ല. ഒക്കെ അവന്റെ തോന്നലായിരിക്കണം. മൂകാംബിക എന്ന് കേൾക്കുമ്പോ രവിക്ക് എന്താ തോന്നുന്നത്? ആ വാക്ക് കേൾക്കുമ്പോ തന്നെ എന്റെ ഉള്ളിൽ ദേവിയുടെ രൂപം തെളിയും. ദേവിയോടുള്ള ഭക്തിയല്ലാതെ വേറൊന്നും എന്റെ മനസ്സിൽ വരുന്നില്ല സാറേ. ഞാൻ അതല്ല രവി ചോദിച്ചത്. മൂകാംബിക അങ്ങനെ ഒരു പേര് അതെങ്ങനെ വന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല സാറേ. ഒരുപാട് കാലമായി ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ചിന്ത എനിക്ക് പോയിട്ടില്ല. സാറേ, ദേ ഒരു വഴിയുണ്ട്. ശതാക്ഷരി മഹാരാജ്. അദ്ദേഹത്തോട് ചോദിച്ചാ ചിലപ്പോ അറിയാൻ പറ്റും. അത് ശരിയാണ്. വാ. തൊഴുതിറങ്ങിയോ? തൊഴുതു കഴിഞ്ഞപ്പോഴാണ് ഒരു സംശയം. എന്താ? ഈ മൂകാംബിക എന്ന് വിളിക്കുന്നത് എന്തിനാ? അതൊരു പുരാണത്തിന്റെ ബാക്കിയാണ്. എന്താ അത്? അത് ഈ പ്രദേശത്തിന്റെ ആദിമ ചരിത്രമാണ്. പണ്ട് ശിവഭക്തനായ കോലമഹർഷി തപസ് ചെയ്ത സ്ഥലമായതുകൊണ്ടാണ് ഇതിനെ കൊല്ലൂരെന്ന് വിളിച്ചത്. അതും മൂകാംബിക ദേവിയും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? പറയാം. കോലമഹർഷിയുടെ കാലത്ത് തന്നെ ഈ വനപ്രദേശത്ത് ഒരു അസുരനുണ്ടായിരുന്നു, കഹാസുരൻ. അയാളും കോലമഹർഷിയെ പോലെ തന്നെ ശിവപ്രീതിക്ക് വേണ്ടി തപസ് ചെയ്തിരുന്നു. രണ്ടുപേരും തപസ് ചെയ്തോ? അതെ, രണ്ടുപേരും ചെയ്തത് തപസ്സാണ്. രണ്ടിനും രണ്ട് മാർഗങ്ങൾ, രണ്ട് ലക്ഷ്യങ്ങൾ. കോലമഹർഷി ഋഷികൽപ്പമായ നിസ്സംഗതയോടെ ഈശ്വരപ്രീതിക്ക് വേണ്ടിയും ചരാചരങ്ങളുടെ ഉത്കർഷത്തിനു വേണ്ടിയും തപസ് അനുഷ്ഠിച്ചപ്പോൾ കഹാസുരൻ സ്വാർത്ഥ ചിന്തയോടെ വ്യക്തിപരമായ ലാഭങ്ങൾക്ക് വേണ്ടി തപസ് അനുഷ്ഠിച്ചു. കഹാസുരന്റെ ആവശ്യം എന്തായിരുന്നു? അമരത്വം, ഒരിക്കലും മരണം സംഭവിക്കരുതെന്ന വരം. എന്നാൽ ദുഷ്ടന് ലഭിക്കുന്ന വരം അവനിലെ ദുഷ്ടത വളരാനേ ഉപകരിക്കൂ. അതും മനസ്സിലാക്കിയ ദേവന്മാർ മഹാദേവിയുടെ മുന്നിലെത്തി അപേക്ഷിച്ചു. എന്നിട്ട് ദേവി എന്ത് ചെയ്തു? ദേവി അവരുടെ അപേക്ഷ അംഗീകരിച്ചു. എന്നിട്ട് ശിവഭഗവാനോട് വരം ചോദിച്ചു വാങ്ങാൻ കഴിയാത്ത വിധം കഹാസുരന്റെ സംസാരശേഷി ഇല്ലാതാക്കി. കഹാസുരൻ മൂകനായി, മൂകാസുരനായി. കഹാസുരന്റെ തപസ്സിൽ പ്രീതനായ ശിവൻ വരം ചോദിച്ചുകൊള്ളാൻ പറഞ്ഞു. പക്ഷേ വരം ചോദിക്കാൻ കഹാസുരന് ശബ്ദം എവിടെ? ചോദിക്കാതെ അറിഞ്ഞു വരം കൊടുക്കാൻ അവനൊരു ഗുണവാനുമല്ലല്ലോ. വരം കൊടുക്കാതെ തന്നെ ശിവഭഗവാൻ അപ്രത്യക്ഷനായി. ശിഷ്ടജനങ്ങൾക്ക് ശബ്ദവും അക്ഷരവും കൊടുക്കുന്ന പോലെ തന്നെ ദേവി ദുഷ്ടന്മാരുടെ ശബ്ദവും അക്ഷരവും എടുക്കുകയും ചെയ്യുമല്ലേ? അതെ. അല്ല, വരം കിട്ടാതെ വന്നപ്പോ കഹാസുരൻ എന്ത് ചെയ്തു? സജ്ജനങ്ങളുടെ നേരെ അവൻ മർദ്ദനം ആരംഭിച്ചു. കോലമഹർഷിയുടെ നേർക്കുപോലും അവൻ കൈ ഉയർത്തി. ഒടുവിൽ മഹാദേവി ധർമ്മരക്ഷയ്ക്കായി ആയുധമുയർത്തി. മൂകനായ കഹാസുരനെ ദേവി നിഗ്രഹിച്ചു. അങ്ങനെ അസുരനെ മൂകനാക്കിയതുകൊണ്ടും മൂകനായ അസുരനെ വധിച്ച്
ലോകരക്ഷ നടത്തിയതുകൊണ്ടും ഋഷിമാർ ദേവിയെ മൂകാംബിക എന്ന് വിളിച്ചു. അമ്മേ. കോലമഹർഷിയുടെ അപേക്ഷ പ്രകാരം ദേവി കുടജാദ്രിയിൽ കുടികൊണ്ടു. ഇത് പുരാണമല്ലേ? പൊതുവിൽ പുരാണത്തിന് ഒരു അന്തരാർത്ഥമുണ്ടല്ലോ. മൂകാംബിയുടെ സങ്കല്പത്തിനും അങ്ങനൊരു അന്തരാർത്ഥമുണ്ടോ? അതെ അതെ, ചോദിച്ചത് നന്നായി. സ്നേഹത്തിന്റെയും മാതൃതുല്യമായ വാത്സല്യത്തിന്റെയും ഭാവമാണ് അംബിക. സ്നേഹവാത്സല്യങ്ങൾ ചൊരിഞ്ഞ് അമ്മ അനുഗമിക്കുകയാണ്. ഓരോ ഭക്തന്റെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി മൂകമായി ഉപഗമിക്കുന്ന അമ്മ, അതാണ് മൂകാംബിക. ദേവി, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങള്? ശ്രീകലേച്ചിയുടെ ഭരണം പൂർവാധികം ഭംഗിയോടെ നടക്കുന്നില്ലേ? അതിനൊരു കുഴപ്പമില്ല. അച്ഛന്റെ തിരുമുമ്പിലെ സേവയ്ക്കും ഒരു കുറവുമില്ല. പിന്നെന്താ? പിന്നെ വേറൊരു വിശേഷമുണ്ട്. അതെന്താ? സന്ദീപ് വീണ്ടും മൂകാംബികയ്ക്ക് പോയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോ അവൻ ഭക്തിക്ക് അടിമപ്പെട്ടു പോയോ? അടിമപ്പെട്ടത് ഭക്തിക്കാണോ വേറെ വല്ലതിനാണോന്നാ സംശയം. വേറെ എന്തിനാ? വേറെ എന്തിനെങ്കിലും അടിമപ്പെടാനും അതിനും വേണ്ടേ ഒരു തന്റെ ഇടം. നിന്റെ അച്ഛൻ തേനെ ചക്കരയെന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന് അവനെ ഒരു അമുൽ ബേബിയാക്കി വെച്ചിരിക്കയല്ലേ? ആ, അമുൽ ബേബിയൊക്കെ തന്നെ. പക്ഷേ അറിയാതെ ചിലപ്പോഴേ ഈ അടിസ്ഥാന വികാരങ്ങളൊക്കെ തലവെക്കുമല്ലോ. ദയുടെ കാര്യം ആന്റിക്ക് അറിയാവുന്നതല്ലേ. അതുപോലെ പുതിയൊരു ചുറ്റിക്കളി അവിടെ കൊല്ലൂരും തുടങ്ങിയിട്ടുണ്ടോന്ന് ചെറിയൊരു സംശയമുണ്ട്. അവനവിടെ എവിടെയോ മരിക്കാൻ വേണ്ടി പോയപ്പോ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഏതോ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. വീണ്ടും മൂകാംബികയ്ക്ക് പോയത് ദേവിയെ തൊഴാനാണോ അതോ അവളെ കണ്ട് തൊഴാനാണോ എന്നൊക്കെ അറിയാനുണ്ട്. ആ പഴയ പെണ്ണില്ലേ ദയ, അവളുടെ കാര്യം എന്തായി? അവളെ കുറിച്ച് പിന്നീട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പിന്നീടൊന്നും കേട്ടിട്ടില്ല. അച്ഛനന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞു കേട്ടതായിരുന്നു. പിന്നീട് ആരും അവളെ അന്വേഷിച്ചു പോയിട്ടൊന്നുമില്ല. അവളുടെ പേരും ജപിച്ച് കുറെ കാലം ആ മുറിയിൽ അടച്ചിരുന്നവനല്ലേ അവൻ. അത്ര വേഗം അവളെ അങ്ങ് മറക്കോ? അവളെ മറന്നുകൊണ്ട് പുതിയൊരു ബന്ധത്തിൽ ചെന്ന് തലവെക്കോ? അറിയില്ല. പക്ഷേ ആ പെണ്ണിനെ കുറിച്ച് വലിയ വലിയ വർത്താനങ്ങളാവും പറയുന്നത്. അപ്പോ അവൻ വീണ്ടും നമുക്ക് പണിയുണ്ടാക്കി തരുമല്ലേ? ഡി, അവന്റെ സംഭാഷണങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എന്താണ് ഡെവലപ്മെന്റ് എന്ന് ശ്രദ്ധിക്കണം. ഇടപെടേണ്ട സമയത്ത് കൃത്യമായിട്ട് ഇടപെടണം.